അതെ, നമ്മുടെ ജീവിതം കുടിച്ചോറാക്കാനുള്ള ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. എല്ലാം റെഡിയൊക്കെ വെച്ചോ. നമസ്കാരം. നമസ്കാരം. വരൂ വരൂ, അകത്തേക്ക് വരൂ. അടുത്ത കാലം തന്നെ വെച്ച് കയറണേ, എന്നാലേ കുടുംബം മുടിയും. നല്ല ദീർഘവീക്ഷണമുള്ള ആൾക്കാർ കേട്ടോ. അതെ അതെ. നല്ല സെറ്റപ്പ് വീട് നോക്കണമെന്നില്ല. അല്ല, നിങ്ങൾ ഇരുന്നോളൂ. ഓ വേണ്ട, ഇനിയിപ്പോ നിങ്ങൾ മൊത്തം കയ്യേറാൻ പോവല്ലേ, നമ്മുടെ ഇരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഇഷ്ടായി. നമ്മൾ രണ്ടു കൂട്ടർ ഒരു കാരണം എത്തുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു ആശ്ചര്യമാണ്. ഇവനായിരിക്കും ഞങ്ങളുടെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ പോണ കാലമാട്. അതെ. അതെ അങ്കിൾ. പിന്നെ നമ്മള് അത്ര സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരല്ല കേട്ടോ. അറിയാം, അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ ജ്വല്ലറിയും പ്രോപ്പർട്ടിയും എന്റെ ഉടുതുണി വരെ എന്റെ മോൾക്ക് വേണ്ടി പണ്ടാരെടുക്കാൻ പോണത്. കൊള്ളാം, കോളടിച്ചല്ലോ. അത് നിങ്ങളുടെ തീരുമാനം വളരെ നല്ലതായി. അപ്പോ നിങ്ങളുടെ എറണാകുളം മോളെ വിളിച്ചോളൂ. നല്ല അഹങ്കാരമുള്ള കൊച്ചല്ലേ? കോച്ച് നല്ല അധിക പ്രസംഗിക്കാൻ തോന്നുന്നു. നമുക്ക് നല്ല പണി എടുക്കേണ്ടി വരുമ്പോ വലിച്ചേ വേണ്ടി വരും. എന്തോടോ. പിന്നെ എന്നാൽ ചെക്കനും പെണ്ണിനും എന്തെങ്കിലും കത്തിവെക്കാനോ കള്ളം പറയാനുണ്ടെങ്കിൽ അവ അല്ലേ? അതെ വലിച്ചേ എല്ലായിടത്തോ ഇനി ഒന്നും ബാക്കില്ല. നമ്മുടെ കണ്ണടിക്കടക്ക് എന്തായി തീരുമാനം? എന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ റെഡിയാ. ഇവളുടെ ജീവിതം ചോദ്യം ഞാനും.